താങ്കൾ ഇപ്പോൾ രക്ഷകന്റെ റോളിൽ എത്തിയിരിക്കുകയാണ്, ജസ്നയുടെ രക്ഷകന്റെ റോളിൽ. യഥാർത്ഥത്തിൽ സ്വാമി ആരാണ്? സ്വാമിയുടെ യഥാർത്ഥ പേരെന്താണ്? ജനിച്ചപ്പോൾ എനിക്ക് ഇട്ടിരുന്ന പേര് അരുൺ എന്നായിരുന്നു. ദീക്ഷാനാമം ഹിമവൽ മഹേശ്വര ഭദ്രാനന്ദ് എന്നായിരുന്നു. ഞാൻ ആ അഘോരികളുടെ ഒരു പരമ്പരയിൽപ്പെട്ട, എന്റെ ഗുരു ഒരു അഘോരിയായിരുന്നു. അപ്പൊ അഘോര പരമ്പരയിൽപ്പെട്ട ഒരു സിസ്റ്റമാണ് ഞാൻ ഫോളോ ചെയ്തു വന്നത്. കുറച്ചുനാൾ ഹിമാലയത്തിലായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഇവിടെ വന്നു. ഒരു സ്പെഷ്യൽ മിഷന്റെ പേരിൽ ഇവിടെ വന്നു. ചില കാര്യങ്ങൾ പ്രവർത്തിക്കുന്നു. ഇപ്പോഴും ചില കാര്യങ്ങൾ എനിക്ക് ഡിസ്ക്ലോസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു ആസ്ക് മീ ദെൻ ഐ ക്യാൻ സേ ഓൺലി വൺ തിങ്. ഇവിടുത്തെ ഡ്രഗ് മാഫിയയ്ക്കും ടെററിസ്റ്റുകൾക്കും എതിരെ ഒരു മൂവ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ താങ്കൾ പറഞ്ഞു താങ്കൾ ഈ ടെററിസ്റ്റുകൾക്ക്, ഡ്രഗ് മാഫിയക്കെതിരെ പോരാടി. പക്ഷേ ഈ നാട് വിടേണ്ട അവസ്ഥ വന്നു. നാട് വിടേണ്ട അവസ്ഥ എന്ന് വെച്ചാൽ പേടിച്ചിട്ട് ഓടിയതാണോ? പേടിച്ചിട്ടല്ല. എന്റെ അമ്മയ്ക്ക് ഒരു സമാധാനം വേണമായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒരു ദിവസം നമ്മൾ ഫേസ് ചെയ്ത് ഇവിടുത്തെ ഇന്നത്തെ പോലീസ് അല്ല അന്നത്തെ സമയത്ത്. ഇന്നത്തെ പോലുള്ള ആൾക്കാരിൽ ഇന്ന് അങ്ങടക്കമുള്ള ആയിരക്കണക്കിനല്ല 10,000-കണക്കിന് ആൾക്കാരെ എല്ലാ ജില്ലകളിലും നമ്മൾ മനസ്സിലാക്കി തുടങ്ങി. അന്ന് ഇങ്ങനെയല്ല. കാരണം ഒരു പെണ്ണിനെ, അതായത് ഒരു സുന്ദരിയായ ഒരു പെണ്ണ് റോട്ടിൽ പോകുമ്പോൾ അവളെ കിട്ടിയില്ലെങ്കിൽ അവൾ ഒരു അഭിസാരികയാണെന്ന് പറഞ്ഞ് ബ്രാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അവൾക്ക് ഞാൻ വെർജിനാണ്, സർ ഐ ആം വെർജിൻ പ്ലീസ് ബിലീവ് മീ എന്ന് പറഞ്ഞ് എഴുതി ബോർഡ് ഒട്ടിച്ചു വെക്കാനോ അല്ലെങ്കിൽ അവൾക്കൊന്നും കാണിച്ചു കൊടുക്കാനോ ഒന്നും പറ്റില്ല. ആ ഒരു അവസ്ഥയിലായിരുന്നു ഞാൻ അന്ന് ഫേസ് ചെയ്തത്. ഇന്ന് എനിക്ക് ഞാൻ ഇത് കേര ഡാം എന്നുള്ള രീതിയിൽ ഞാൻ പോയി. ഇന്ന് എനിക്ക് ആരെയും ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല. ഞാൻ ആരാണെന്ന് ഒന്ന് ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ അവർക്കറിയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു 2 പേരെടുത്ത് ഫോൺ കോൾ ചെയ്ത് അറിയാൻ പറ്റും. പിന്നെ ശത്രുക്കൾ ആണ് ഇന്ന്. അന്നത്തെ കാലത്ത് ആ ഒരു എന്റെ സുഹൃത്തുക്കളെക്കാളും എന്നെ ഞാനാക്കിയത് എന്റെ ശത്രുക്കളാണ്. ശത്രു ഇല്ലായിരുന്നെങ്കിൽ ഞാനാവില്ലായിരുന്നു.